അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് സിനിമാ സെറ്റിൽ നിന്ന് അഭിമാനിതനായി തലകയറ്റി നിന്ന് വർഷങ്ങൾക്കിപ്പുറം ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി അതേ ലോകത്തിന് മുന്നിൽ തല ഉയർത്തുമെന്ന നടൻ. കൊച്ചിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ചിരിയാക്കി മാറ്റിയ സ്വന്തം കഴിവുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ആ ഒരു നടന്റെ കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കുഞ്ഞുനാളിലെ തന്റെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മയടക്കം 1-2 പേരോട് മാത്രമേ ആ പയ്യൻ പറഞ്ഞിരുന്നുള്ളൂ. സിനിമാ നടനാകണം. കാരണം പറഞ്ഞവരിൽ പലരും പരിഹസിക്കുകയായിരുന്നു. കറുത്ത നിറം, മെലിഞ്ഞ ശരീരം, 2 മത്തങ്ങ കണ്ണുകൾ. അതുകൊണ്ട് തന്നെ ആ സ്വപ്നം അദ്ദേഹം മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചു. കാലങ്ങൾ കടന്നുപോയി. ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പല ജോലികളും ചെയ്തു. മംഗലാപുരത്ത് ബോട്ടിന്റെ മെക്കാനിക്കായി വരെ ജോലി നോക്കി. പക്ഷെ വിധി അദ്ദേഹത്തിനായി ഒരുക്കി വെച്ചത് മറ്റൊരു വഴിയായിരുന്നു. എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ പഠിക്കുക എന്നത് അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. പ്രീ ഡിഗ്രിക്ക് 2nd ക്ലാസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും എന്നെ എടുത്താൽ സർവകലാശാല പ്രൈസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞതോടെ പറവൂർകാരനായ പ്രിൻസിപ്പൽ അദ്ദേഹത്തിന് പ്രവേശനം നൽകി. മഹാരാജാസ് കോളേജിലെ പഠനകാലത്തെ മിമിക്രിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത്. 1993 സർവകലാശാല യുവജനോത്സവത്തിൽ മിമിക്രിക്ക് 1ാം സ്ഥാനം നേടി. ആ വിജയം അദ്ദേഹത്തെ കലാഭവനിലെത്തിച്ചു. അവിടെ നിന്നാണ് യഥാർത്ഥ യാത്ര തുടങ്ങുന്നത്. എന്നാൽ ജീവിതം വീണ്ടും പരീക്ഷിച്ചു. സഹോദരന്റെ അപ്രതീക്ഷിതമായ മരണം. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും ആ ചുമലിലായി. പക്ഷേ തന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെയിരിക്കെ ഒരു മിമിക്രി പരിപാടിക്കിടെയാണ് സിനിമയിലേക്കുള്ള ആദ്യ അവസരം ആ നടനെ തേടിയെത്തുന്നത്. വലിയ പ്രതീക്ഷകളോടെയാണ് അദ്ദേഹം സിനിമാ സെറ്റിലെത്തിയത്. പക്ഷെ അവിടെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. ഇതിനു വേണ്ട യോഗ്യത നിനക്കുണ്ടോ? ആ ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ മുറിവായി. തന്റെ സ്വപ്നം തകർന്നതുപോലെ തോന്നി. സങ്കടത്തോടെ വീട്ടിലെത്തിയ അദ്ദേഹത്തിന് അമ്മയുടെ വാക്കുകളാണ് പിന്നീട് പ്രചോദനമാകുന്നത്. നിനക്കുള്ളത് നിന്നെ തേടി വരും. ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ പിന്നെയും അവസരങ്ങൾ തേടി അലഞ്ഞു. ചെറിയ വേഷങ്ങൾ, ആരും ശ്രദ്ധിക്കാത്ത ചില കഥാപാത്രങ്ങൾ. അങ്ങനെ പോകുന്നതിനിടെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനങ്ങളിലൊന്ന് അദ്ദേഹത്തിന് സംഭവിക്കുന്നത്. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ മറ്റു നടന്മാരുടെ മുന്നിൽ വെച്ച് അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ ഈ പണിക്ക് വരരുത് എന്ന് പരസ്യമായി പരിഹസിച്ചു. ചുറ്റിനുമുണ്ടായിരുന്നവർ ചിരിച്ചു. അടുത്ത ദിവസം വീട്ടിലേക്ക് മടങ്ങാൻ പോലും കയ്യിൽ പണമുണ്ടായിരുന്നില്ല. അപരിചിതനായ ഒരു വ്യക്തിയിൽ നിന്ന് പണം കടം വാങ്ങിയാണ് അദ്ദേഹം വീട്ടിലേക്ക് തിരിക്കുന്നത്. പിന്നീട് അറിഞ്ഞു ആ സിനിമയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു. ആ നിമിഷം ആരായാലും തകർന്നു പോകും. എന്നാൽ അദ്ദേഹം തകർന്നില്ല. അദ്ദേഹം വീണ്ടും തന്റെ സ്വപ്നത്തിനായി പോരാടി. അവസരങ്ങൾ തേടിയിറങ്ങി. ഒടുവിൽ തെങ്കാശിപട്ടണം എന്ന സിനിമയിലെ മുത്തുരാമൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാളികൾ സലീം കുമാർ എന്ന നടനെ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ആ സിനിമ മാറ്റിമറിച്ചു. ചിരിപ്പിക്കാൻ മാത്രം കഴിയുന്ന ഒരാളല്ല, അതിലും മികച്ചൊരു അഭിനേതാവാണ് അദ്ദേഹം എന്ന് ആദ്യമായി തിരിച്ചറിയുന്നത് സംവിധായകൻ കമലായിരുന്നു. ഗ്രാമഫോണിലെ തബല ഭാസ്കരനും പെരുമഴക്കാലത്തിലെ കഥാപാത്രവും പിന്നീട് അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവലും ഓരോ കഥാപാത്രവും സലീം കുമാറിലെ നടനെ പുറത്തു കൊണ്ടുവന്നു. പക്ഷെ വിധി അദ്ദേഹത്തിനായി സൂക്ഷിച്ചു വെച്ച ഏറ്റവും വലിയ സമ്മാനം ഇനിയും ബാക്കിയായിരുന്നു. ആദാമിന്റെ മകൻ അബു എന്ന സാധാരണ മനുഷ്യന്റെ സ്വപ്നങ്ങളും വേദനയും ജീവിതവും അതിമനോഹരമായി അവതരിപ്പിച്ച ആ കഥാപാത്രം 2011 അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. ഒരു കാലത്ത് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് അപമാനിക്കപ്പെട്ട അതേ മനുഷ്യൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുകയായിരുന്നു. അതോടെ പുതിയൊരു ചരിത്രവും പിറന്നു. മികച്ച നടൻ, മികച്ച 2ാമത്തെ നടൻ, മികച്ച ഹാസ്യ നടൻ. ഈ 3 അംഗീകാരങ്ങളും നേടുന്ന കേരളത്തിലെ ആദ്യത്തെ നടനായി സലീം കുമാർ മാറി. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ തുടക്കം കണ്ടായിരിക്കും. പക്ഷെ ചരിത്രം നിങ്ങളെ ഓർക്കുക നിങ്ങൾ എവിടെ എത്തിച്ചേർന്നു എന്നതായിരിക്കും. അപമാനങ്ങളെ വിജയങ്ങളായി മാറ്റിയ, ചിരിയിലൂടെ ലക്ഷക്കണക്കിന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ, വേദനകളെ പോലും തമാശയാക്കി നമ്മളെ ചിരിപ്പിച്ച ആ ചിരി ഇന്ന് നമ്മോടൊപ്പമില്ല. പക്ഷെ അദ്ദേഹം സമ്മാനിച്ച കഥാപാത്രങ്ങളും ഓർമ്മകളും ഒരിക്കലും മായുന്നില്ല.